ഓഫീസർ ഓൺ ഡ്യൂട്ടി. ജീത്തു അഷ്റഫ് എന്ന് പറയുന്ന പുതുമുഖ സംവിധാനം ചെയ്ത് കുഞ്ചാക്കോ ബോബൻ നായകനായി വന്ന സിനിമ. കുഞ്ചാക്കോ ബോബന്റെ അടുത്തിറങ്ങിയ കുറേ സിനിമകളെല്ലാം പരാജയങ്ങളായിരുന്നു. ആ സിനിമയൊക്കെ ഗിറൊക്കെ കണ്ടപ്പോൾ കുഞ്ചാക്കോ ബോബന്റെ കരിയർ തന്നെ അവസാനിച്ചു എന്ന് തോന്നിയ ഒരവസ്ഥയായിരുന്നു. എന്നാൽ ഒരു പോലീസ് വേഷത്തിലൂടെ കുഞ്ചാക്കോ ബോബൻ തിരിച്ചു വന്നു. ബൊഗൈൻവില്ല എന്ന് പറയുന്ന സിനിമ നല്ലൊരു സിനിമയായിരുന്നെങ്കിലും ആ സിനിമ പിന്നീട് അങ്ങോട്ട് OTT റിലീസായ ശേഷം ഒരുപാട് പേര് അതിനെ കുറ്റം പറഞ്ഞു. പക്ഷേ ഈ സിനിമ വന്നപ്പോഴത്തേക്ക് കുഞ്ചാക്കോ ബോബന്റെ ശക്തമായ തിരിച്ചുവരവാണ്. മറ്റൊരു ബ്ലോക്ക് ബസ്റ്റർ ആകും എന്ന് തന്നെയാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ചുള്ള പ്രതീക്ഷ. സിനിമയിലേക്ക് വരികയാണ് എങ്കിൽ ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് ഷാഹിൻ കബീറാണ്. നമ്മുടെ ഇലവിരാജ് കുഞ്ചറ പോലുള്ള സിനിമകൾ എഴുതിയ എഴുത്തുകാരനാണ്. പുള്ളിയുടെ പോലീസ് സിനിമകളുടെ എല്ലാം പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളി പോലീസ് സിനിമകൾ എഴുതുമ്പോൾ പോലീസുകാരുടെ മാനസിക സംഘർഷങ്ങൾ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും. ഈ സിനിമ ഒരു ത്രില്ലർ രീതിയിലാണ് മുമ്പോട്ട് പോകുന്നത്. ഒരു പോലീസുകാരൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സംഘർഷങ്ങളും അയാളുടെ ജീവിതത്തിൽ പിന്നീട് നടക്കുന്ന സംഭവങ്ങളും കേസന്വേഷണവുമായിട്ട് അയാളുടെ കുടുംബത്തിലുണ്ടാകുന്ന ബന്ധവും ഒക്കെയാണ് ഈ സിനിമയിൽ പറയുന്നത്. സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് പറയുന്നത് സിനിമയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. സിനിമയിൽ ഓരോ രംഗത്തും നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യാൻ വേണ്ടി ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സിനിമയുടെ ഫ്രെയിമുകളും വളരെ മികച്ച രീതിയിലുള്ള ഫ്രെയിമുകളാണ് ഇതിനകത്ത് ഒരുക്കി വെച്ചിരിക്കുന്നത്. എഡിറ്റിങ്ങും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ സിനിമ കാണുന്ന പ്രേക്ഷകനെ കണക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി താരങ്ങളിലേക്ക് വരികയാണെങ്കിൽ കുഞ്ചാക്കോ ബോബൻ പോലീസ് ഓഫീസറായിട്ട് വന്നിരിക്കുന്നു. പണ്ട് കുഞ്ചാക്കോ ബോബൻ സിനിമയിലൊക്കെ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ റഫായിട്ടുള്ള വേഷങ്ങൾ ചെയ്യുമോ എന്ന്, ചോക്ലേറ്റ് ഹീറോ അല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ അതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആ ചിന്തകളെല്ലാം മാറ്റിക്കൊണ്ടുള്ള ഒരു സിനിമയാണ് ഈ സിനിമ. ഇതിനകത്ത് കുഞ്ചാക്കോ ബോബൻ തൻ്റെ കഥാപാത്രമായി മാറിയിരിക്കുകയാണ്. ജഗദീഷ്. ഈ സിനിമയിൽ ജഗദീഷിൻ്റെ കഥാപാത്രം വളരെ മികച്ചൊരു കഥാപാത്രമാണ്. ജഗദീഷ് ഇപ്പോൾ ഏതെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ ആ സിനിമ ഹിറ്റാണ് എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ജഗദീഷിൻ്റെ കഥാപാത്രം ക്ലൈമാക്സോട് അടുക്കുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനകത്ത് വരണമായിരുന്നു എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ട്. പ്രിയാമണി വെറും നായികയായിട്ട് ഈ സിനിമയിൽ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അങ്ങനെയല്ല. പ്രിയാമണിക്കും തൻ്റെതായിട്ടുള്ള ഒരു സ്പേസ് ഈ സിനിമയിലുണ്ട്. മനോജ് KU ഈ സിനിമയിൽ പ്രധാനപ്പെട്ട കഥാപാത്രമായി വരുന്നുണ്ട്. കുറേ പേര് വരുന്നുണ്ട്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടുന്ന ഒരു കഥാപാത്രം വിശാഖ് നായരാണ്. ഈ സിനിമയിലെ വില്ലൻ റോൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്ന വിശാഖ് നായറാണ്. വിശാഖ് നായർ ആ റോളും വളരെ ഭംഗിയായിട്ട് ബാംഗ്ലൂരിലെ ഒരു തലചെറിച്ച പയ്യനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ സെലിൻ ആയിട്ട് അഭിനയിച്ച പെൺകുട്ടി, ആ പെൺകുട്ടി ആ സെലിൻ്റെ ക്രൗര്യങ്ങളെല്ലാം കൃത്യമായിട്ട് സിനിമയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ആ പെൺകുട്ടി വലിയ രീതിയിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. ഒരു ബാംഗ്ലൂരുള്ള മയക്കുമരുന്നിന് അടിമയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് സെലിൻ എന്ന് പറയുന്ന കഥാപാത്രം വരുന്നത്. ആ ഗ്യാങ്ങിലുള്ള ബാക്കി ഓരോരുത്തരും അവരവരുടെ കഥാപാത്രങ്ങൾ മികച്ചതാക്കി വന്നു. ഇമോഷണലി നമ്മളെ വലിയ രീതിയിൽ അറ്റാച്ച് ചെയ്ത് കൊണ്ടുപോകുന്നതിൽ ഈ സിനിമ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ട്. പോലീസുകാരായിട്ട് കുറേ പേര് വരുന്നുണ്ട്. അവരുടെ എല്ലാവരുടെയും കഥാപാത്രങ്ങളും നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പോലീസുകാരി, ഒരു ലേഡി പോലീസായിട്ടൊരു പെൺകുട്ടീൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അടുത്ത കാലത്തുള്ള സിനിമകളിലെല്ലാം നമ്മൾ കണ്ടുവരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഏതെങ്കിലും നടി ഒരു ലേഡി പോലീസുകാരിയായിട്ട് വരികയും അതിലെ സിനിമയിൽ സുപ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യും. ഇതിൻ്റെ അകത്തുള്ള ആ പോലീസുകാരിക്ക് അന്വേഷണത്തിൽ കൂടെ പോകുന്നുണ്ടെങ്കിൽ വലിയ റോളൊന്നും ഈ സിനിമയിൽ അത് കൊടുത്തിട്ടില്ല. അത് ചിലപ്പോൾ നമുക്ക് യാഥാർത്ഥ്യം അങ്ങനെ ആയതുകൊണ്ടാവാം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി അനാവശ്യ സീനുകളൊന്നും കുത്തിക്കയറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഈ സിനിമയുടെ ആ ഒരു പോയിന്റ് വെച്ച് എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയത്. പിന്നെ ഇതിലെ ഗാനങ്ങൾ, ഒരു ഗാനം ഉണ്ടായിരുന്നു. അത് സിനിമയുടെ ഒഴുക്കിനനുസരിച്ച് അങ്ങ് പോകുന്ന രീതിയിലാണ് ചെയ്തത്. പക്ഷെ അത് സിനിമയുമായിട്ട് ഓക്കെയാണ്, അല്ലാതെ കേൾക്കാൻ പറ്റിയ ഒരു ഗാനമാണെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. പിന്നെ ആക്ഷൻ രംഗങ്ങളെല്ലാം നല്ല രീതിയിൽ, ആക്ഷൻ കുറച്ചേ ഉള്ളൂ എങ്കിലും ഉള്ള ആക്ഷൻ രംഗങ്ങൾ നല്ലതുപോലെ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സിലെ ഫൈറ്റ് നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓവറാൾ മൊത്തത്തിൽ നമുക്ക് ത്രില്ലടിച്ച് കാണാൻ പറ്റുന്ന, ഇമോഷണലി കണക്ട് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. പോലീസുകാരുടെ ആത്മസംഘർഷങ്ങൾ കൃത്യമായിട്ട് ഈ സിനിമയിലൂടെയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 8.5 ഔട്ട് ഓഫ് 10 ആണ്. അപ്പോൾ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാതിരുന്നാൽ അത് നിങ്ങൾക്കൊരു നഷ്ടമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.